യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതായ വളരെ പ്രയാസമേറിയതായ ഒരു സന്ദർഭം. എന്നാൽ ആ സന്ദർഭങ്ങളിൽ ദൈവം അവനെ കൈവിടാതെ, ദൈവത്തിന് അബ്രഹാമിനോടും സാറായോടുമുള്ള ആ വാഗ്ദത്തത്തിൽ ദൈവം അവനെ പിടിച്ചു നിർത്തുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രം, നമ്മൾ തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിനെ വിശ്വസ്തമായി സേവിക്കുന്ന നമ്മൾ ഒരിക്കലും ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുകയില്ല. അതേ, യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അതേ, ഒരു കുശവൻ തൻ്റെ ചക്രത്തിന്മേൽ ഇരുന്ന് വേല ചെയ്തുകൊണ്ടിരുന്നു. അവൻ ഉണ്ടാക്കിയതായ പാത്രം പെട്ടെന്ന് അവൻ്റെ കയ്യിൽ അത് തകർന്നുപോയി. എന്നാൽ പ്രവാചകനായ യെരമ്യാവ് നോക്കി നിൽക്കുമ്പോൾ തന്നെ ആ കുശവൻ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി അതിനെ തീർത്തു. അതേപോലെ തന്നെ ദൈവം നമ്മെയും ഒരിക്കലും കൈവിടുകയില്ല. അവൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു നാളും നമ്മൾ ഉപേക്ഷിക്കപ്പെടുകയില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നോക്കൂ, ഒരു ജാതീയ രാജാവായ, അതേ, ദൈവത്തെ അറിയാത്തതായ അബീമേലെക്കിലൂടെ അതേ ദൈവം അബ്രഹാമിനെ റിസ്റ്റോർ ചെയ്യുന്നു, പുനഃസ്ഥാപിക്കുന്നു എന്നുള്ള ആ ചിന്ത എത്ര മനോഹരമായ ചിന്തയാണ്. നോക്കൂ, 20-ാം അധ്യായത്തിൻ്റെ ആ ആദ്യ ഭാഗം അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം, അല്ല, അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സന്തോഷകരമേറിയതായ കാര്യമല്ല. എന്നാൽ ആ അധ്യായം തീരുമ്പോൾ അതേ അബീമേലെക്കിനും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് സൗഖ്യം നൽകി കൊടുക്കുന്നതായ അബ്രഹാമിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനർത്ഥം നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളുടെ നടുവിൽ നമ്മൾ ഭ്രമിച്ചു പോകണ്ട. നോക്കുക, നമ്മൾ പതറി നിൽക്കുമ്പോഴും ദൈവം നമുക്ക് വേണ്ടി ഉറച്ചു നിന്ന് നമ്മെ സഹായിച്ച് നമ്മെ പുനഃസ്ഥാപിക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്നവരായ അനേകം ആളുകൾ ഇതുപോലെയുള്ള ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാകാം. ഒരുപക്ഷെ അബ്രഹാം ഇവിടെ കടന്നു പോകുന്നതിനേക്കാളും വ്യത്യസ്തമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ. ഒരുപക്ഷെ ഒരു രോഗം വന്ന് നിങ്ങൾ തകർന്നുപോയി, ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ഇപ്പോൾ ദൈവം നിങ്ങളെ നിർത്തിയ ആ അനുഭവത്തെ കണ്ടുകൊണ്ട് ദൈവത്തിന് നിങ്ങൾ എത്രമാത്രം സ്തോത്രം ചെയ്താലാണ് അതെ നമുക്ക് അവനോടുള്ള നന്ദിയെ പ്രദർശിപ്പിക്കാൻ കഴിയുന്നത്. നോക്കൂ, നമ്മുടെ ദൈവം നമ്മെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് തകർച്ചയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരു രോഗനിമിത്തമാണെങ്കിലോ, അല്ലെങ്കിൽ മറ്റുള്ളവർ നിന്നെ ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ ചെയ്ത് ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം അതേ പ്രയാസപ്പെടുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവത്തിനു മുമ്പാകെ വിശ്വസ്തയോടുകൂടി ആയിരുന്നാൽ തീർച്ചയായിട്ടും ദൈവത്തിന് നിങ്ങളെ പുനഃസ്ഥാപിക്കാൻ സാധിക്കും. നമ്മൾ 20-ാം അധ്യായത്തിൽ നിന്നും 21-ാം അധ്യായത്തിലേക്കാണ് ഇന്ന് പ്രവേശിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചാപ്റ്ററാണ് 21-ാമത്തെ അധ്യായം. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ദൈവം അബ്രഹാമിനോടും സാറായോടും ചെയ്തതായ വാഗ്ദത്തം അതേ അവരുടെ ജീവിതത്തിൽ നിവർത്തിക്കുന്നതായ ഒരു അധ്യായമാണ്. നമുക്ക് 21-ാം അധ്യായത്തിൻ്റെ ആദ്യ വേദഭാഗങ്ങളിലേക്ക് കടക്കാം. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നതുപോലെ സാറായെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. നോക്കൂ, ഈ വാക്യം വളരെ മനോഹരമാണ്. എന്താണ് ഇവിടെ വായിക്കുന്നത്? യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറായെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ഒന്നാമത്, അരുളി ചെയ്തതുപോലെ സാറായെ സന്ദർശിച്ചു. അതേപോലെ തന്നെ വാഗ്ദത്തം ചെയ്തിരുന്നത് പോലെ യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ വാക്കും ദൈവത്തിൻ്റെ പ്രവൃത്തിയുമാണ് നമുക്ക് ഈ വേദഭാഗത്തിൽ കാണാൻ കഴിയുന്നത്. നോക്കൂ, ദൈവത്തിൻ്റെ വാക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രോമിസസ് എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നോക്കുക, ദൈവം ഒരിക്കലും ഭോഷ്ക് പറയുന്ന ദൈവമല്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ഒരു വേദഭാഗം അത് സംബന്ധിച്ച് നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിച്ചിട്ട് ഈ വാക്യത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, ഭോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി
ഈ വാക്യത്തിൻ്റെ സന്ദർഭം വേറെയാണെങ്കിലും ദൈവത്തെ വിശേഷിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ദൈവത്തിൻ്റെ നേച്ചർ എന്ന വണ്ണം നമുക്കതിനെ കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ പ്രകൃതം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും തന്നെ അത് മായ്ക്കാൻ കഴിയത്തില്ലല്ലോ. ദൈവത്തിൻ്റെ പ്രകൃതം എന്ന് പറയുന്നത് ദൈവത്തിൽ ഭോഷ്കില്ല എന്നുള്ളതാണ്. ഭോഷ്കില്ലാത്ത ദൈവം എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും ഭോഷ്കില്ലാത്തതാണ്. അതായത് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയെക്കുറിച്ചുള്ള ആ ഉറപ്പാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നോക്കൂ, എത്ര മനോഹരമായൊരു വാക്യമാണിത്. ദൈവം അബ്രഹാമിനും സാറയ്ക്കും വാഗ്ദത്തം ചെയ്യുമ്പോൾ ഈ ഭോഷ്കില്ലാത്ത ദൈവം തന്നെയാണല്ലോ വാഗ്ദത്തം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആ വാഗ്ദത്തം ചെയ്തതുപോലെ ഒന്നാമത് ദൈവം സാറായെ സന്ദർശിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വായിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. സാറായുടെ സൗന്ദര്യം കണ്ടിട്ട് അബീമേലെക്ക് രാജാവ് അവളിൽ ആകൃഷ്ടയായി തീർന്നു. നോക്കണേ, 90 വയസ്സുള്ള ഒരു സ്ത്രീയാണ് ഈ സാറ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ വിശേഷിപ്പിക്കുന്നതായ ഈ വാർദ്ധക്യത്തിൻ്റെ തളർച്ചയിൽ അതേ ദൈവം സാറായെ ഓർത്ത് അവളുടെ ശരീരത്തിന് പുഷ്ടിയും ആരോഗ്യവും അതേ ബലവും നൽകി അവളെ സന്ദർശിച്ചു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അതെ, മരിച്ചവരെ പോലും ജീവിപ്പിക്കുന്നതായ ദൈവം, ക്ഷീണിച്ചിരിക്കുന്നവരെ അതേ ആരോഗ്യത്തോട് നിർത്തുമാറാക്കുന്ന ദൈവം, തടർന്നു പോകാതെ ഓടുവാൻ നമ്മെ സഹായിക്കുന്ന ദൈവം അതേ സാറായെ സന്ദർശിപ്പാനിടയായി തീർന്നു. ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വലിയൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ നമ്മളുടെ അവസ്ഥയിൽ ക്ഷീണിച്ചു പോകരുത്. ദൈവത്തിൽ നമ്മുടെ പ്രത്യാശ നമ്മൾ വയ്ക്കണം. പല ആളുകളും ചോദിക്കാറുണ്ട്, ഞാൻ ഇനി എന്താ ചെയ്യും, അല്ലെ, എൻ്റെ അവസ്ഥ ഇങ്ങനെയായി തീർന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ശാരീരിക അവസ്ഥയിൽ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ പിറുപിറുക്കുന്നവരായും അതേ വളരെയധികം നിരാശയുടെ ആഴങ്ങളിലേക്ക് പോകുന്നവരുമായി ഇരിക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കർത്താവിൽ പ്രത്യാശ വെച്ചാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഒന്നിനും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. നിങ്ങളുടെ പ്രയാസ വേളകളിൽ ദൈവം നിങ്ങളെ സഹായിക്കും. ആര് സഹായിക്കും, ആര് സംരക്ഷിക്കും എന്ന് നിങ്ങൾ ഭാരപ്പെടുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ശരീരവും നിങ്ങൾക്ക് വേണ്ടതായ എല്ലാ കരുതലുകളും ദൈവം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നിങ്ങളെ മാനിക്കുവാൻ സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് ഓർക്കണം. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം ഒരിക്കലും നമ്മളുടെ അധ്വാനമോ അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും പ്രവൃത്തി കൊണ്ടോ ഉണ്ടാകുന്നതല്ല, മറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്തം അവനിൽ തന്നെ ഉള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഒരു വളരെ പ്രധാനപ്പെട്ട വാക്യം അതേ നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രേ, അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ദൈവത്തിൻ്റെ വാഗ്ദത്തം സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പാട് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് നമുക്ക് നൽകുക. നമുക്കെല്ലാവർക്കും അറിയാം, അപ്പോസ്തലനായ പൗലോസ് ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകൻ എന്നവണ്ണം അറിയപ്പെടുന്നതായ ഒരു അപ്പോസ്തലനാണ്. ദൈവത്തിൻ്റെ ആത്മീയമായ മർമ്മങ്ങളെ അതേ നല്ലോണം ഗ്രഹിച്ചതായ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതായ പൗലോസ് ഇവിടെ പറയുന്നു, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രേ. എന്ന് പറഞ്ഞാൽ ദൈവം നോ പറയുന്ന ദൈവമല്ല. ദൈവം നമുക്ക് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോ എന്നുള്ള അർത്ഥമല്ല ഉള്ളത്, മറിച്ച് അത് ഊവ് എന്നത്രേ. അതായത് ദൈവം ആ വാഗ്ദത്തം നിവർത്തിക്കുവാൻ ബദ്ധശ്രദ്ധാലുവായിരിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്തുകൊണ്ട് താമസിക്കുന്നു? ദൈവം അവിശ്വസ്തനായതുകൊണ്ടാണോ? ദൈവം എന്നെ മറന്നുപോയതുകൊണ്ടാണോ? അല്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവം മറന്നുപോയതുകൊണ്ടോ ദൈവം നമ്മളിൽ നിന്നും ആ വാഗ്ദത്തം പിൻവലിച്ചു എന്നുള്ളതോ അല്ല അതിന് കാരണം. മറിച്ച് നമ്മൾ ആമേൻ പറയാത്തിടത്തോളം കാലം ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മളിൽ നിറവേറുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രേ, അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. അതായത് ഒരിക്കൽ മാത്രം ആമേൻ പറഞ്ഞാൽ പോരാ, എപ്പോഴും നമ്മൾ ആമേൻ പറയണം. എന്താണ് ആമേൻ പറയുക എന്ന് പറയുന്നത്? അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കണമെന്നുള്ളതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവത്തിനാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതേ, മറിയയുടെ അടുക്കൽ ദൂതൻ വന്നിട്ട്
അതെ, അവൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെയുള്ള ഒരു കാര്യം പറയുന്നു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ, അതെ, ഞാൻ ഒരു പുരുഷനെ അറിയത്തില്ല, ഇതെനിക്ക് എങ്ങനെ സംഭവിക്കും എന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും എന്ന് ദൂതൻ പറഞ്ഞപ്പോൾ മറിയ പറഞ്ഞു, എനിക്കങ്ങനെ സംഭവിക്കട്ടെ. അതൊരു വാഗ്ദത്തമായി അതേ മറിയ കാണുകയാണ്. അതൊരു ദൈവത്തിൻ്റെ പ്രോമിസാണ്. അതായത് ഭോഷ്കില്ലാത്ത ദൈവം തന്നോട് വാഗ്ദത്തം പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടതെന്ന് മറിയ നമ്മെ കാണിച്ചു തരുന്നു. അവൾ എന്താ പറഞ്ഞത്? എനിക്ക് അങ്ങനെ സംഭവിക്കട്ടെ. അത് ആമേൻ എന്ന വാക്കിന് തുല്യമായ ഒരു പ്രസ്താവനയാണ് അതേ മറിയ ദൂതനോട് പറയുന്നത്. അത് മറിയയുടെ സമർപ്പണത്തെയാണ് കാണിക്കുന്നത്. എന്താണ് സമർപ്പണം ഇവിടെ? ദൈവത്തിൻ്റെ ശക്തി അവിടെ മേൽ വരുവാൻ, പരിശുദ്ധാത്മാവ് അവളുടെ മേൽ ആവസിക്കുവാൻ അവളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് അത് എപ്പോഴെങ്കിലും നിറവേറും, ഞാനതിനെക്കുറിച്ച് കൺസേൺ അല്ല എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. മറിച്ച് എപ്പോഴും അത് ഓർക്കുകയും അതിനായി ദൈവത്തിന് നന്ദി പറയുകയും, അതേ ദൈവമേ, നിൻ്റെ വാഗ്ദത്തം എൻ്റെ ജീവിതത്തിൽ നിറവേറണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ആയിരിക്കുകയും ചെയ്താൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ വാഗ്ദത്തം നിൻ്റെ മേൽ ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും. അതിന് തെളിവാണ് ഈ വേദവാക്യം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദത്തം രണ്ട് രീതിയിൽ നമ്മളെ സംഭവിക്കാം. ഒന്നാമത്, ദൈവം നമ്മളിൽ നിന്ന് ചിലത് ചെയ്യാൻ ആവശ്യപ്പെടുന്നു, അതിൻ്റെ ഫലമായി ദൈവം തൻ്റെ വാഗ്ദത്തം നമ്മളിൽ നിറവേറ്റുന്നു. എന്നാൽ ചില വാഗ്ദത്തങ്ങൾ അൺകണ്ടീഷണൽ ആണ്, യാതൊരു വ്യവസ്ഥയുമില്ലാത്തതായ വാഗ്ദത്തങ്ങളാണ്. അത് ദൈവം തന്നെയാണ് അതിന് ഉത്തരവാദി. മനുഷ്യൻ എത്രത്തോളം അതിനെ തടയാൻ ശ്രമിച്ചാലും, മനുഷ്യൻ എത്രത്തോളം ആ ഒരു വിഷയത്തിന് നടുവിൽ അവൻ ഇന്നാക്റ്റീവായിട്ടിരുന്നാലും, ദൈവത്തിൻ്റെ വാഗ്ദത്തം അവനിൽ നിറവേറുക തന്നെ ചെയ്യും. ഉദാഹരണത്തിന് നമുക്കറിയാം, അതേ ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മഴ പെയ്യാതെ വണ്ണം ഞാൻ ആകാശത്തെ അടയ്ക്കുകയോ എന്ന് പറഞ്ഞിട്ടുള്ള വാക്യം. ദേശത്തിലെ പച്ചപ്പുകളെ കൊത്തി തിന്നേണ്ടതിനു വേണ്ടി വെട്ടുക്കിളികളോട് കൽപ്പിക്കുകയോ ചെയ്താൽ, എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുന്നുവെങ്കിൽ ഞാൻ ദേശത്തിന് സൗഖ്യം വരുത്തും എന്ന് കർത്താവ് അവിടെ പറയുന്നു. അതിൻ്റെ അർത്ഥം അത് കണ്ടീഷണൽ പ്രോമിസാണ്. ദൈവം വ്യവസ്ഥയോടുകൂടി നൽകുന്നതായ വാഗ്ദത്തങ്ങളാണ്. ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അതേപോലെ തന്നെ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നുള്ള വാക്യവും, ആ പ്രോമിസ്, അത് കണ്ടീഷണലാണ്. അത് ദൈവത്തെ അനുസരിക്കുമെങ്കിൽ എന്നാണ് നമുക്ക് ദൈവജനത്തിൽ വായിക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ദൈവം നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമാണ് എന്ന് പറയുന്ന ചില സ്ഥലങ്ങളിൽ, അതേ നമ്മൾ ചെയ്യേണ്ടത് സഭയിലെ മൂപ്പന്മാരെ വരുത്തി ഒരുവിനു വേണ്ടി ഒരുവൻ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ, എങ്കിൽ അവന് രോഗശാന്തി വരും എന്നുള്ള കണ്ടീഷണലായിട്ടുള്ള പ്രോമിസസും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ഇന്ന് ഈ വേദവാക്യങ്ങളെല്ലാം ഉദ്ധരിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുള്ളവരായി തീരണം. അതേ, വിശുദ്ധ വേദപുസ്തകത്തിൽ ധാരാളം വാഗ്ദത്തങ്ങളുണ്ട്. അവ നമ്മളുടെ വാഗ്ദത്തങ്ങളായി നമുക്ക് ഏറ്റുപ്രാപിക്കുവാൻ, സ്വീകരിച്ച് സംസാരിപ്പാൻ കഴിയുന്നതായ ഒരു ആത്മീകമായ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത് വളരെ ആവശ്യമാണ്. നോക്കൂ, ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, ദൈവം സംസാരിച്ചതുപോലെ സാറായെ ദൈവം സന്ദർശിക്കുന്നു. അതേപോലെ തന്നെ ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നതുപോലെ യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുക്കുന്നതായ ദൈവമാണ്. അതെ, നമ്മളുടെ ജീവിതത്തിലും ദൈവം തൻ്റെ വാഗ്ദത്തം നമ്മളിൽ നിറവേറ്റും. അതേപോലെ തന്നെ ദൈവം സംസാരിച്ചത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ദൈവത്തിൻ്റെ വാഗ്ദത്തത്വത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം സഹായിച്ചല്ലോ. പോഷ്ക്ക് ഇല്ലാത്തതായ ദൈവം തൻ്റെ വാഗ്ദത്തം പറയുമ്പോൾ ആ വാഗ്ദത്തം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറും എന്നുള്ളതായ ആ വലിയ വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകട്ടെ. ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തിൻ്റെ പ്രകൃതം അറിഞ്ഞ് ദൈവത്തെ വിശ്വസിപ്പാൻ ഞങ്ങളേവരെയും അങ്ങ് സഹായിക്കണമേ. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ അവിശ്വാസങ്ങൾ വരാറുണ്ട്, ദൈവത്തെ വിശ്വസിക്കാത്തതായ അനുഭവങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഊവ് എന്നാണെങ്കിലും ആമേൻ പറയാത്തതായ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ അതിനെല്ലാം ആമേൻ പറഞ്ഞ് ആ വാഗ്ദത്തത്തെ പ്രതീക്ഷിക്കുവാൻ, കാത്തിരിക്കുവാൻ, ദൈവത്തെ വിശ്വസിപ്പാൻ തക്കോണം എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധിച്ച് കേട്ടതിന് നന്ദി പറയുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ നമ്മളുടെ 1000ാമത്തെ മോർണിംഗ് ഡ്യൂ പ്രഭാത വചന ധ്യാനമാണ്. ഒരു സ്പെഷ്യൽ പ്രോഗ്രാമായിട്ടാണ് നാളെ നമ്മൾ അത്
പ്രക്ഷേപണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ആ സന്ദേശം കേൾക്കുവാൻ ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. അതേ, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ അറിയിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.